ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാവിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നവ്യ പണി തുടങ്ങുക കേട്ടോ. അബിയുടെ വായി തന്നെ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അനാമിക അവന്തികയുടെ ഇതൊക്കെ വെറും നാടകമാണെന്നും അവന്തികക്ക് ആ പഴയ സ്വഭാവം തന്നെയാണെന്നും ഇവിടെയുള്ളവരെ കയ്യിലെടുക്കാൻ വേണ്ടി അവൾ വെറുതെ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം അത് ഓൾറെഡി അബി നേരത്തെ തന്നെ നവ്യയെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നവ്യക്ക് അതിനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ദേ വീണ്ടും അബിയുടെ വായിന്ന് അതേ ഡയലോഗ് തന്നെ കേട്ടിരിക്കുകയാണ്. നവ്യ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, അവന്തികയെ പോലത്തൊരു പെണ്ണിനെ കെട്ടേണ്ട കാര്യം അനിക്ക് ഒരിക്കലുമില്ല. അനി നല്ലൊരു പയ്യനാണ്. ഒരു പ്രാവശ്യം അവൻ്റെ ജീവിതം അനാമിക എന്ന് പറഞ്ഞ് അവൾ നശിപ്പിച്ചു. ഇപ്പം അടുത്തവൾ അതിനേക്കാളും വിഷമിത്ത് അവന്തിക അവൾ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അനി എൻ്റെ അനിയത്തി നന്ദുവിനുള്ളത് മാത്രമാണ്. നന്ദുവിനെ വിവാഹം കഴിക്കാൻ മാത്രമേ അനിക്ക് പറ്റുള്ളൂ. നന്ദുക്കും അങ്ങനെ തന്നെയാണ്. അനിയനല്ലാതെ വേറെ ആരെയും ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. നന്ദുവിൻ്റെ ആണെങ്കിൽ ജാതകത്തിലുണ്ടല്ലോ അവൾ സ്നേഹിച്ച പുരുഷനെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ വിവാഹം കഴിക്കുമെന്ന്. അതുകൊണ്ട് എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തേ പറ്റൂ. ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ വേഗം ഫോൺ എടുത്തിട്ട് തൻ്റെ കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹാവു സമാധാനം, ഇനി ബാക്കിയല്ല അവൾ ചെയ്തോളും എന്ന് നവ്യ വിചാരിക്കുന്നുണ്ട്. കൂട്ടുകാരി അപ്പോൾ തന്നെ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ട് നമ്മുടെ അനാമികക്ക് അയക്കാണ്. അനാമിക വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛാ, ദേ എനിക്കൊരു ഒരു നമ്പറിൽ നിന്ന് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. പ്രൈവറ്റ് നമ്പറിൽ നിന്ന് മെസ്സേജോ? എന്താ മോളെ അയച്ചിരിക്കുന്നത്? അല്ല അച്ഛാ, ഈ ഞായറാഴ്ച അനിയേട്ടൻ്റെയും അതുപോലെ തന്നെ അവന്തികയുടെ വിവാഹ നിശ്ചയമാണല്ലോ, അത് മുടക്കണമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ഒരു തരി സ്വർണവോ പണവോ നഷ്ടപരിഹാരമോ അവർ തരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബാഹുലയം പറയണ്ട്, അല്ല നമ്മുടെ നവീൻ വക്കീൽ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ മോളെ. വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവേഴ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം വേണം. അപ്പം നഷ്ടപരിഹാരം സുഖമായിട്ട് കിട്ടുമെന്നല്ലേ നവീൻ വക്കീൽ പറഞ്ഞത്. അച്ഛ, ആ നവീൻ വക്കീലിനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് ആ നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ്. നന്ദുവിനെ സ്വന്തമാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അയാളുടെ തലയിൽ. അതിനു വേണ്ടി നമ്മളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോവാ. അച്ഛന് ഓർമ്മയുണ്ടല്ലോ, മുമ്പൊരു പ്രാവശ്യം കോടതിയിൽ കയറ്റി നിർത്തി എൻ്റെ തൊലിയൊരിച്ചത് ഈ ഒരൊറ്റ ആളാണ്, ഈ നവീൻ വക്കീൽ. അതുകൊണ്ട് അയാളെ വിശ്വസിക്കുന്നു വേണ്ട. വക്കീലാണ്. അയാളുടെ കാര്യം നടക്കാൻ വേണ്ടി ഏത് കണ്ടവും വേണമെങ്കിൽ അയാൾ ചാടും. അത് മോള് പറഞ്ഞ ശരിയാ മോളെ. അവൻ്റെ വാക്ക് കേട്ട് മാത്രം നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. മോൾക്ക് നഷ്ടപരിഹാരം കിട്ടാതിരിക്കുകയും നവീൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തതിന് പിന്നെ നമ്മളതിന് നവീൻ്റെ കൂടെ നിൽക്കണത്. നവീൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്കിതൊന്നും കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് വിചാരിക്കുകയാണ് ബാഹുലയൻ അനാമിക അടുത്ത് പറയുന്നുണ്ട്. അനാമിക പറഞ്ഞിട്ട് ശരിയാച്ച, വിവാഹ നിശ്ചയം എന്തായാലും നടത്തുന്നത് തെറ്റ് തന്നെയാണ്, നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു നിലവിലൊരു വിവാഹം ഇരിക്കെ വേറൊരു പെണ്ണിട്ട് വിവാഹ നിശ്ചയം നടത്തുന്നത് ശരിക്കും തെറ്റാണ്. ഇതൊന്ന് പോലീസിൽ വിവരം അറിയിച്ചാൽ മതി, ആ വിവാഹ നിശ്ചയം മുടങ്ങും. പക്ഷെ അത് മുടങ്ങിയത് കൊണ്ട് എനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടാവണമല്ലോ. മോളെ, ലാഭം ഉണ്ടാവും, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ബാഹുലയം പറയണ്ടേ. ശേഷം അയാൾ തല പുകച്ചിങ്ങനെ ആലോചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിവാഹ നിശ്ചയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈ വിവാഹ നിശ്ചയം ഇപ്പം നടത്താൻ വേണ്ടി ഒരു തിരക്ക് കാണിക്കുന്നില്ലേ? ആ സമയത്ത് പോലീസിൽ വിവരം അറിയിച്ച് അവിടെ വിവാഹ നിശ്ചയം മുടക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് നീതി വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ടൊരു കേസാക്കിയിട്ട് വേണമെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരാളാണെന്നും അത് വേറെ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണെന്നും ഇവളെ ഒഴിവാക്കിയിട്ട് വേറെ കുറേ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുക, ഇതുപോലത്തെ ഒരുപാട് വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്നും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ വിവാഹബന്ധം ഉടനെ തന്നെ വേർപെടുത്താം. പിന്നെ നല്ലൊരു രീതിയിൽ നഷ്ടപരിഹാരം ചോദിക്കാം. ഇപ്പോൾ ഒരു 10 കോടിയാ ചോദിക്കണമെങ്കിൽ അതൊരു 20 കോടിയാക്കാൻ സുഖമായിട്ട് പറ്റും. അതുകൊണ്ട് എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടക്കണം. അതേ ഒരു വഴിയുള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് മുടക്കാൻ പറ്റില്ല. ഇത് പോലീസിൽ അറിയിക്കണം, മാധ്യമങ്ങളെ അറിയിക്കണം. ശേഷം അനി 1-2 ദിവസം വേണമെങ്കിൽ ജയിലിൽ പോയി കിടന്നോട്ടെ, പക്ഷെ വിവാഹ നിശ്ചയം മുടങ്ങിയിരിക്കണം എന്ന് ബാഹുലയെ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം അനാമിക എടുത്ത് പറയുന്നുണ്ട്, മോളെ അനാമികയെ, ഞാൻ ഒരുപാട് അങ്ങോട്ട് ആലോചിച്ചു. എന്നിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് ഈ വിവാഹം നിശ്ചയം മുടക്കാം മോളെ. അല്ല, അങ്ങനെ മുടക്കിക്കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. അനി അങ്ങനത്തെ ഒരുത്തനാണെന്ന് സമൂഹ മാധ്യമങ്ങളെ വിളിച്ച് നമുക്ക് അറിയിക്കണം. പിന്നെ സമൂഹ മാധ്യമങ്ങളല്ലേ അവർ ഈ കേസ് ഏറ്റെടുത്തോളും. നിന്റെ ഭാഗത്താണ് ശരിയെന്ന് പലരും പറയും. കാരണം ഇപ്പോൾ ഒരു ബന്ധം വിവാഹത്തിലിരിക്കെ പുതിയൊരു പെണ്ണ് വിവാഹ നിശ്ചയം നടത്തുന്നത് അത് തെറ്റ് തന്നെയല്ലേ? അത് അനിയുടെ മനസ്സറിവോടെ ആണെങ്കിലും അല്ലെങ്കിലും അത് തെറ്റ് തന്നെയാണ് മോളെ. അപ്പോൾ ഇപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യും. നീയാണ് ശരിയെന്ന് പറയും. നിങ്ങളുടെ വിവാഹമോചനം ഉടനെ തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. നിനക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും. ശരിയാണ് അച്ഛൻ പറഞ്ഞത്, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അനാമികയും പറയാട്ടോ.
അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം വരുവാണ്. അനി അവിടെ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഇത് മുടക്കിയേ പറ്റൂ ഈശ്വര. വിവാഹ നിശ്ചയം നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതെങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ. ഇനിയിപ്പോൾ എന്താ ഒന്ന് ചെയ്യാന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി. ഇതെല്ലാം തന്നെ നവ്യ കാണുന്നുണ്ട്. നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, അനി നീ വിഷമിക്കൊന്നും വേണ്ട. വിവാഹ നിശ്ചയം മോതിരം മാറുന്ന ആ ഒരു സമയം കറക്റ്റായിട്ട് ആ അനാമിക വരും. അവളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നവ്യയും വിചാരിക്കുക കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പൂജാരിയൊക്കെ ഉണ്ട്. അങ്ങനെ അവർക്ക് മോതിരം എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അനിയാണെങ്കിൽ ആ പഴയ അവിടെ നിൽക്കുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശൻ പറയണ്ടേടാ, അനാമിക മോള് വന്നേക്കണ കണ്ടില്ല, നല്ല സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇവിടെ എല്ലാവരും ഒരുങ്ങി ഇരിക്കുകയാണ്. നീ മാത്രം എന്താണ് ഈ ഒരു കോലത്തിൽ? നീ എഴുന്നേറ്റിട്ട് കുളിക്കുമെങ്കിലും ചെയ്തോ? എൻ്റെ മുത്തശ്ശ, ഈ കോലത്തിൽ വിവാഹ നിശ്ചയം നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കോ. എനിക്കിത് ചാവുന്നതിന് തുല്യമാണ്. എൻ്റെ ശവം കൊണ്ട് വിവാഹ നിശ്ചയം നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അനി ദേ വെറുതെ ഓരോന്നൊക്കെ പറയല്ലേ, നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയണം. എന്തെങ്കിലും ആവട്ടെ മുത്തശ്ശ, കോലത്തിലൊക്കെ ഇപ്പം എന്താ കാര്യം എന്ന് അഭി പറയണ്ട്. അതും ശരിയാണ്, ഒരു പൊട്ടനാണെങ്കിലും നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും കുളിച്ചതല്ലേ നീ, അവിടെ കയറി നിൽക്കുക. പൂജാരി പറയുമ്പോൾ നിങ്ങൾ പരസ്പരം മോതിരം മാറ്റണം. ശരി മുത്തശ്ശ എന്ന് അവന്തികയും പറയണം. അങ്ങനെ പൂജാരി പറയണ്ട്, ഇനി രണ്ടുപേരും പരസ്പരം മോതിരം മാറ്റിക്കോ എന്നിങ്ങനെ പറയാട്ടോ. അവന്തിക ഭയങ്കര സന്തോഷത്തിൽ, ജലജക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം തൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ തൻ്റെ മകൾ മരുമകളായിട്ട് കയറി വരുന്നത്. പിന്നെ അവളെ എപ്പോഴും കാണുകയും ചെയ്യാം. പിന്നെ അനിയുടെ സ്വത്തുക്കളെല്ലാം ഇനി കിട്ടുകയും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. കാരണം അനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശൻ്റെ ഈ വലം കൈ ആദർശാണെങ്കിൽ ഇടം കൈ അനിയാണ്. അപ്പം അതുകൊണ്ട് അനിക്ക് എന്തായാലും സ്വത്തുക്കളുടെ പകുതിയെങ്കിലും കിട്ടും. ആ സ്വത്തുക്കളിൽ ഇനി അവകാശി ആരാ? തൻ്റെ മോള്. അപ്പം ആ ഒരു സന്തോഷം എന്തായാലും ജലജയിലുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹത്തിന് മോതിരം മാറലിങ്ങനെ നടക്കാൻ പോകുന്ന ആ ഒരു സെക്കൻഡാണ് നമ്മുടെ അനാമിക പോലീസിനെയും മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത്. ബാഹുലയനുണ്ട്, ഭാര്യയുണ്ട് കേട്ടോ. അങ്ങനെ ബാഹുലയൻ പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ മോളുടെ വിവാഹബന്ധം വേർപ്പെടുത്താതെ അവൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇവൻ്റെ തൊഴിൽ ഇത് തന്നെയാണ്, ഓരോരോ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുക, ഉപേക്ഷിക്കുക. പാവം എൻ്റെ മോളും ആ ഒരു കെണിയിൽ പോയി പെട്ടു. നഷ്ടപരിഹാരം പോലും തരാതെ എൻ്റെ മോളെ വെച്ചുകൊണ്ടിരിക്കുക ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം. മാധ്യമങ്ങൾ അതൊക്കെ കേൾക്കേണ്ട താമസം. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ. താനിപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. ജയിലിൽ കിടക്കേണ്ടി വന്നാലും നന്ദുവിനെ കാണാലോ. ആ ഒരു സന്തോഷമാണ് അനിക്ക് കേട്ടോ. അങ്ങനെ അനി വിവാഹ നിശ്ചയം ഇങ്ങനെ മുടങ്ങിയ പോലെ ഇത് ഭയങ്കര സന്തോഷം. പക്ഷെ അവന്തികൾക്ക് ദേഷ്യം വരുന്നു. പക്ഷേ കറക്റ്റ് സമയത്തിന് അവൾ വന്നല്ലോ, വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ, ആരാണ് ഇവളീ വിവരം അറിയിച്ചത് എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ അവന്തിക. അവന്തികയുടെ മനസ്സിലെ ആദർശ നയനയൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷെ നവ്യാണ് ഇതിന് പിന്നിൽ, ആർക്കും അറിയില്ല കേട്ടോ. നവ്യക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ പോകുന്നത്. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.